ഹായ്. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കണം. കാരണം എനിക്ക് ഇന്ന് ഫുള്ള് ഡൗട്ട്സ് ആണ്, അതൊക്കെ എനിക്ക് തീർക്കണം. ഫുള്ള് സംശയരോഗിയായിട്ട് വന്നിരിക്കുകയാണല്ലേ? അങ്ങനെയല്ല, എന്റെ ഡൗട്ട്സ് മാത്രമല്ല, നമ്മുടെ വ്യൂവേഴ്സിനോടുള്ള ഡൗട്ട്സ് ആണ്. നിന്റെ മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ കാരണം പ്രേക്ഷകരുടെയും ഡൗട്ട്സ് ആണ്. കാരണം ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറയുന്ന ഒരു ഹോൾസെയിൽ ജ്വല്ലറി ആണ് അല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ കാണിച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് വന്നിരിക്കുന്നത് അതുപോലെ നമ്മുടെ റീറ്റെയിൽ സെക്ഷൻ ആണ് കണ്ടിട്ടുള്ളത്. ഹോൾസെയിൽ സെക്ഷൻ എന്താണ്? ഞങ്ങൾ കണ്ടിട്ടില്ല. ഹോൾസെയിൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് മൊത്തത്തിൽ ഹോൾസെയിൽ ജ്വല്ലറി തന്നെ നമ്മൾ പറയുന്നത്. അതിൽ രണ്ട് ഡിവിഷനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് റീറ്റെയിൽ സെക്ഷൻ ആണ്. മീൻസ് എന്നാൽ റീറ്റെയിൽ മേക്കിംഗ് ചാർജോ റീറ്റെയിൽ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഹോൾസെയിൽ ഷോപ്പിൽ രണ്ട് സെക്ഷനായിട്ട് നമ്മൾ ഇരുത്തിയത്. ഇത് കസ്റ്റമേഴ്സ് വന്നിരുന്ന് നല്ല ഭംഗിയായിട്ട് ഡയമണ്ട്സ് എടുക്കാനും ഗോൾഡ് എടുക്കാനും എല്ലാത്തിനും അതിൻ്റെ ഡെമ്മിയിൽ വെച്ചാലാണ് അതിൻ്റെ എന്തോ ആഭരണവും അതിൻ്റെ മനോഹാരിത കിട്ടണമെങ്കിൽ അത് ആ സെക്ഷനിൽ ഇരിക്കണം. സോ ഡെമ്മിക്ക് സെറ്റ് ചെയ്തിട്ടാണ് ഈ സെക്ഷനിൽ വെച്ചിരിക്കുന്നത്. എന്നാലാണ് കസ്റ്റമേഴ്സിന് അത് ഇമ്പ്രസ് ആവുള്ളൂ. ഓക്കെ. എന്നാൽ ഇതിന് വേറൊരു സെക്ഷൻ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടക്കാർ അതെ പല പല റീറ്റെയിൽ ജ്വല്ലേഴ്സ് വന്നിട്ട് അവർ ബൾക്ക് എന്ന് പറഞ്ഞാൽ 1 കിലോ 2 കിലോ 5 കിലോ 10 കിലോ വരെ എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർ വന്ന് കൊണ്ടുപോകുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തരാം, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഒരിക്കലും ഡെമ്മികളോ അല്ലെങ്കിൽ ഭംഗിയുള്ള മറ്റേ പ്രോപ്പർട്ടീസ് ഒന്നും വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് അവിടെ പോയിട്ട് നമുക്ക് കാര്യങ്ങൾ അവിടെ പോയിട്ട് വിശദീകരിച്ചിട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. അപ്പോൾ ഇതിന് വളരെ സ്പെഷ്യൽ ആണ്. നമുക്ക് എന്തായാലും ഹോൾസെയിലേക്ക് പോവാം. അപ്പൊ കാവേരി, ഞാൻ പറഞ്ഞ ഹോൾസെയിലിന്റെ ബി നിലവരെയാണ് തുറന്നിരിക്കുന്നത് കേട്ടോ. അപ്പോ ഇതാണ് നമ്മുടെ ഹോൾസെയിൽ വിശാലമായ ഏരിയ. സംഭവം വിശാലം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പറയില്ലേ അമ്പലം വലുതാണെങ്കിലും ചെറുതാന്ന് പറഞ്ഞ പോലെ ഡെമ്മീസ് ഒന്നും ഇല്ല. ഡെമ്മീസ് ഉണ്ടാവില്ല, കുറെ തിക്കും തിരക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഉള്ളത് മുഴുവൻ അങ്ങനെ ഉള്ളില് അണ്ടർഗ്രൗണ്ടിൽ വെച്ചിരിക്കുകയാണ്. അതൊരു കുന്നു സാധനം ഉണ്ട്. നമ്മൾ കേറിയാ കഴിഞ്ഞാലോ. അതെ 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 നമുക്ക് അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലോ കാലുമൊക്കെ തട്ടും, നെക്ലസ് ഒക്കെ താഴ്ത്തിറക്കണല്ലോ, അങ്ങനെയൊക്കെ തോന്നും. കേട്ടോ, സ്വർണ്ണം എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിയാണ്. നിലത്തിരി ചവിട്ട് നല്ല ഉദ്ദേശിക്കുന്നത് തമാശോർണ്ണാണ്. അപ്പൊ നമുക്കത് ജസ്റ്റ് കയറി നോക്കാം അല്ലെ? ഞാൻ കാണിച്ചത് ഇത് ഞങ്ങളുടെ രൂപൻ ചേട്ടൻ, ഹോൾസെയിലിലെ മാനേജറാണ് കേട്ടാ. രൂപൻ ചേട്ടൻ കുടിയില്ലാന്നുണ്ടോ? ആള് സുന്ദരൻ കേട്ടാ. ഇത് ഒന്ന് ജസ്റ്റ് നോക്കിയേ, ഇത് കമ്മലുകളാ, ഫുള്ള് കമ്മലുകളാണ്. അത് പല പല മോഡലുണ്ട്. ഈ കേരള, സിംഗപ്പൂര് മോഡൽസ് ഇൻഡിവിജ്വലായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. തീരില്ല. ഇത് എത്ര വെച്ചിട്ടാ? മഴത്തുള്ളി കുഞ്ഞു കുഞ്ഞു ജിമിക്കുകള്, പിന്നെ ജെ സ്റ്റഡ്, പിന്നെ ബംഗാളി സ്റ്റഡ്, ബാലി കേട്ടാ. ബാലി സുഗ്രീവൻ ബാലി അല്ല കേട്ടോ, നമ്മുടെ സാധാരണ ബാലി കളക്ഷൻ പറയാം. കഴിഞ്ഞിട്ടില്ലേ? അത് ഇങ്ങനൊരു പെട്ടി ഉണ്ട്. നെക്സ്റ്റ് പെട്ടി ഇതാ. അടുത്ത സെക്ഷൻ കമ്മലുകള്. ബംഗാളിൽ വലിയ വലിയ കമ്മലുകൾ, കുറച്ച് വെയിറ്റ് കൂടിയ കമ്മലുകള്. ഉള്ളി ഹാഫ് ഉള്ളിയായിട്ടുള്ള മോഡല്. ഉള്ളി എന്ന് പറഞ്ഞ മോഡലാ. ഉള്ളിയുടെ പോലെ കണ്ടാ തോന്നുക. നമ്മള് നെക്ലസിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതെ നമ്മുടെ ലീഫ് കമ്മലുകള്, അതായത് കേരള സ്റ്റൈൽ ലീഫ് കമ്മലുകള്, ചെറിയ ചെറിയ ടൈപ്പുകള്, കുഞ്ഞു കുഞ്ഞു സ്റ്റഡുകള്. അതായത് നമ്മളിവിടെ ഈ കടക്കാർക്ക് കൂടുതൽ വേണ്ട ഐറ്റംസ് ആണ് നമ്മൾ കൂടുതൽ വെച്ചിട്ടുണ്ടാവുക. ഈ ടർക്കിഷ്, സിംഗപ്പൂർ അങ്ങനത്തെ വെറൈറ്റി കളക്ഷൻ നമ്മുടെ റീറ്റെയിലും കൂടുതൽ ഉണ്ടാവുക. ഇതെന്ന് പറഞ്ഞാൽ കടക്കാർ കൂടുതൽ കൊണ്ടുവന്ന മോഡൽ ഏതാണോ എന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കമ്പനി കേരള എല്ലാം ഉണ്ട്, മിക്സ് ആയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയിൻസ് ആണ്. ഇതൊക്കെ ചെയിനുകളാണ്, പല പല വെയിറ്റുകളിൽ വെച്ചുള്ള ചെയിനുകളാണ് കേട്ടോ. 3 പവൻ 4 പവൻ 2 പവൻ 5 പവൻ ജോഡി 10 അതെ എല്ലാം ഉണ്ട്. ഉർവശി, സവിതം, പരുന്ത, SJN, സവിതംകെട്ട. എന്തായാലും നിന്റെ അത്ര തൂക്കം വരില്ല, എന്നാലും ഒരു 4-5 കിലോ ഉണ്ടാവും. 4-5 കിലോ ഒക്കെ ഉണ്ടാവും. ഇത് കേട്ടാ ഈ ഒരു സെക്ഷൻ മാത്രം. ഇനി അതിന്റെ തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആള് നമ്മളെ അടിക്കും. കാരണം ഇത് കഴിഞ്ഞ് നമ്മള് പോകും, അതൊക്കെ പണി കിട്ടും. ഇത് നമ്മുടെ കുഞ്ഞു കുഞ്ഞ് വെയിറ്റ് കുറഞ്ഞ ചെയിൻസ്, ലൈറ്റ് വെയിറ്റ് ചെയിൻസ്. 6 പിടി ചെയിൻ, അതായത് 6 പിടി എന്ന് പറഞ്ഞാൽ കുടുക്കിയായിട്ടിടുന്ന ചെയിനുകൾ. ഇത് 8 പിടി ചെയിൻ, നമ്മുടെ പൂക്കൽ കണ്ണി, സുന്ദരി ചെയിൻ എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ ഒരു താലി അതിന്റെ ഒക്കെ മോഡലുകളാണ് ഈ കാണുന്നത്. ഇത് വെയിറ്റ് കുറഞ്ഞ ചെയിൻസ് വേറെ ബോക്സിൽ കാണാൻ സോർട്ട് ചെയ്ത് കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടേ
ഇതിപ്പോ നമുക്ക് കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല, കാരണം എല്ലാം കൂടി ഇങ്ങനെ കൂടി അടുക്കി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് നല്ല ഇത് ശരിക്കും പറഞ്ഞത് സംശയം തീർക്കാൻ, നിന്റെ സംശയം പ്രേക്ഷക സംശയം തീർക്കാനാണ്. ഞാൻ ഇതുവരെ സെക്ഷൻസ് ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് പാദസരം, നിങ്ങൾ ആദ്യമായിട്ടല്ലേ കാണുക? പാദസരം കണ്ടോ, ഇതൊക്കെ പാദസരങ്ങളാ, പല പല വെയിറ്റ് വരുന്ന പാദസരങ്ങളാ. അതൊക്കെ പാദസരങ്ങൾ കണ്ടോ, ഫുള്ള് ഇതൊക്കെ പാദസരങ്ങൾ. ഉർവശി, സിംഗപ്പൂര് പാദസരങ്ങൾ, പരിന്ത, അങ്ങനത്തെ മോഡൽസ് ഒക്കെ വരുന്നതാണ്. ഇനി അത് കഴിഞ്ഞാൽ പരസ്പരത്തിൽ വരുന്ന ചെയിൻസ്, പരസ്പര മോഡൽസ് ചെയിൻസ്, പിന്നെ അത് കഴിഞ്ഞാൽ അരഞ്ഞാണങ്ങള്. കൊറേ പേര് നമ്മുടെ അരഞ്ഞാണങ്ങൾ കാണിക്കാറില്ലല്ലോ, പറഞ്ഞിട്ടുണ്ടായിരുന്നാ? കൊറേ അരഞ്ഞാണങ്ങൾ ഇവിടെ ഉണ്ട്, കുട്ടികളുടെ അരഞ്ഞാണങ്ങള്. പിന്നെ ഈ ചെറിയ ചെറിയ നൂല് പോലത്തെ നെക്ലസുകള് ഒക്കെ ഇതില്. പിന്നെ പാലക്ക, അങ്ങനത്തെ ഒക്കെ കട്ട് പീസുകളൊക്കെ, പാലക്ക കട്ട് ചെയ്തതും പിടിച്ചൊക്കെ ആയിട്ടുള്ള പീസുകളൊക്കെ. പാലക്ക നാഗപടം, ബാക്ക് ചെയിൻ, അങ്ങനെ ചെറിയ സ്പെയർ ഐറ്റംസ്. അതൊക്കെ ജിമിക്ക് വേറെ ഉണ്ട്, അത് ജസ്റ്റ് സ്പെയർ ആണ്. പിന്നെ ഈ കുട്ടികൾക്കുള്ള മോതിരങ്ങളൊക്കെ ഇല്ലേ, കുട്ടി മോതിരങ്ങൾ, പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള 1/2 ഗ്രാമിന്റെ മോതിരങ്ങളൊക്കെ പറയണില്ലേ, ഇത് വേണ്ട പൊള്ള മോതിരങ്ങൾ. ഒരെണ്ണത്തിന്റെ വെയിറ്റ് 1/2 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ, 300 മില്ലി 400 മില്ലി. ഇതൊക്കെ ഈ കല്യാണത്തിന് ചെക്കൻ മീൻസ് ജെന്റ്സിന് ഗിഫ്റ്റ് കൊടുക്കില്ലേ, 1 ഗ്രാം 2 ഗ്രാം ഒക്കെ. പിന്നെ അങ്ങനെയല്ല, അതിന്റെ എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പോളിച്ചി ഉണ്ടാവും, നല്ല ഷോയാണ് ഉണ്ടാവുക, വെയിറ്റ് കുറവായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞത് ലേഡീസിന്റെ റിങ്ങിന്റെ വിപുലമായ ഒരു ശേഖരം. ഇത് കണ്ട, ഇതൊക്കെ വെയിറ്റ് കുറവാ, 1 ഗ്രാം 2 ഗ്രാം റേഞ്ചിൽ വരുന്ന കമ്മലുകൾ ഒക്കെ കവറിലാക്കി വെക്കുക, ഇൻഡിവിജ്വലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ എപ്പിസോഡ്സിൽ. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇത് ഞാൻ പിന്നെ എടുത്തിട്ട് പറയുന്ന ഹോൾസെയിൽ സെക്ഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിസൈൻസ് ഒന്നും കാണാൻ പറ്റത്തില്ല, അതിലാരും പരാതി പറയരുത്. അപ്പോഴേ നമ്മൾ ഇതിന്റെ ഡിസൈൻസ് ഒന്നും എടുത്ത് കാണിക്കുന്നില്ല, കാരണം എടുത്ത് കാണിക്കാനാണെങ്കിൽ ഇന്നും തീരത്തില്ല ഇത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഡിസൈൻസ് സെപ്പറേറ്റ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണാം. ഇതിപ്പോ ഒന്നും കറക്റ്റ് ആയിട്ട് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആരും പരാതി പറയാൻ നിൽക്കണം അല്ലേ? കാശുമാല, മുല്ലമുട്ടുമാല മിക്സ് ആയിട്ടുള്ള സാധനങ്ങള്, അങ്ങനത്തെ ഷോർട്ടുകൾ. ഇതൊക്കെ ഷോർട്ടുകളാ, ഷോർട്ട് നെക്ലേസ്. ഇതിനകത്ത് കാശുമാല ഉണ്ട്, ചോക്കർ ഉണ്ട്, ഇത് ലോങ്. ഇത് അത് കേരള യു ടൈപ്പ് ലോങ് മാല. ഇത് ലോക്കറ്റ്, കേരള ലോക്കറ്റ് ലോങ് മാല. ഇത് കേരള ചോക്കറുകൾ ഇരിക്കുന്നു. കാണിച്ചിട്ടില്ല, ഇതിലൊന്നും ആർക്കും ഒന്നും മനസ്സിലാവില്ല കേട്ടോ. സാധനങ്ങൾ കുറെ മഞ്ഞ കളറിൽ കാണുന്ന മാത്രമേ ഉള്ളൂ. ഗോൾഡ് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. വിഷമം വിചാരിക്കരുത്, നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണിന് മഞ്ഞേ. ഇനി എന്താ അടുത്തത്? ഇനി വളകളുണ്ടല്ലോ, ഇതൊക്കെ നോക്കിയേ, ഇതൊക്കെ നോക്കിയേ. ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണോ ചേട്ടാ? കേരള എന്ന് പറയുമ്പോൾ ലൈറ്റ് വെയിറ്റ്. ഇത് ബോംബെ കളക്ഷൻസ് വളകളാണ്. ഇത് ജസ്റ്റ് ഇന്ന് വന്നിട്ടുള്ളൂ. ഇതൊക്കെ അങ്ങോട്ട് കയറാനുള്ള ഇതിലിരിക്കുകയാണ്. ചൂട് ഇതാണ്, ബോക്സ് ഇറക്കാൻ ചൂടുണ്ട്, അത്ര ചൂടാണ്. പൊള്ളുണ്ട്. അപ്പൊ ഇത് അങ്ങോട്ട് പോവാനുള്ള റീറ്റെയിലേക്ക് പോവാനുള്ളതിരിക്കണത്. ഇത് നമുക്ക് ഞങ്ങളുടെ അതെ, ഇവിടെ വന്നിട്ട് എന്ത് സാധനം അങ്ങോട്ട് വരുള്ളൂ. അതായത് ഇവൻ മൂക്കുത്തി ആയ പോലെ ഇവിടെ വരാണ്ട് പോകാൻ പറ്റില്ല. ഇവിടെ വന്ന് ഇവരാണ് നമുക്കത് തരിക അങ്ങോട്ട്. അപ്പൊ നമ്മുടെ ആവശ്യം വന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്ത് അവിടെ കൊണ്ട് വെക്കും. ഇനിയിപ്പോ അവിടെ വന്നൊരു കസ്റ്റമർക്ക് ഒരു മോഡൽ ഇഷ്ടപ്പെട്ടില്ല, ഇവിടെ വരും, ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയിട്ട് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ അവനെ ഈ ലോകത്തെ ഇവിടെ നിന്ന് കിട്ടില്ല. അത്രയും സെലക്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് വളകള് നോക്കിയേ, ഇതൊക്കെ ഞങ്ങളുടെ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഐറ്റംസുകൾ. അതൊക്കെ കാലത്ത് വന്ന് നമ്മുടെ പർച്ചേസ് സെക്ഷനിലെ ആൾ വന്നിട്ട് ഇവിടെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇവിടെ ആദ്യം എടുത്ത് വെക്കും. ഇതൊക്കെ കുട്ടി മോതിരങ്ങൾ കണ്ടോ, കുട്ടി മോതിരങ്ങൾ കണ്ട, ഇതൊക്കെ കൊണ്ടുപോകാനാണ്. കുഞ്ഞു 500 മില്ലി 300 മില്ലി മോതിരങ്ങൾ, ലൈറ്റ് വെയിറ്റ് സ്റ്റഡുകൾ. അടിയിൽ നിന്നിട്ടാ, അടിയിൽ ഓരോരുത്തർ ഓർഡർ ചെയ്ത ഐറ്റംസാ. ഈ സൈസുകൾ ഇഷ്യൂ കണ്ടിട്ട് വളകൾ ഓർഡർ ചെയ്യില്ലേ, അപ്പൊ നമ്മുടെ തന്നെ വർക്ക്ഷോപ്പിൽ ചെയ്ത് ഇന്നലെ കൊടുത്ത് ഇന്നൊക്കെ വരുന്ന ഐറ്റംസ്. അതൊക്കെ പറയുന്ന സാധനം ഇവിടെ ഇല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തും തരും. അതെ, ഇത് നോക്കിയേ. അടുത്തത് ഇതും അങ്ങനെ അങ്ങോട്ട് സെലക്ട് ചെയ്ത് കുട്ടികളുടേതായിട്ടുള്ള ഐറ്റംസുകള്, കുട്ടി വളകള്, ഈ പറഞ്ഞ നെക്ലസ്. ഇതിന്റെ വെയിറ്റ് ഉണ്ടല്ലോ, 6 ഗ്രാമിന്റെ നെക്ലസ് കണ്ടിട്ടുണ്ട്. എന്ത് ലൈറ്റ് വെയിറ്റാ? അല്ല, ഇത് വലിയ കല്യാണ സെറ്റ് ഒക്കെ ഇല്ല, 5 പവന്റെ കല്യാണ സെറ്റ്, അത് മുഴുവൻ അങ്ങനത്തെ ഐറ്റംസാ. നീ ഇപ്പൊ എടുത്ത് ഉർവശി പാദസരം അങ്ങനത്തെ ഐറ്റംസ് ആണ്. അതെ. ഇതില് ഇനി വളകളുണ്ട്, കാണിച്ചുതരാം. ഇത് കണ്ട
നമുക്ക് കുട്ടികളുടെ ബാംഗിൾസ് എത്രയാ വരിക ഗിഫ്റ്റ് കൊടുക്കാനുള്ളത്? 1/2 ഗ്രാം തൊട്ട് 500 മില്ലി 1/2 ഗ്രാം മുതൽ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ബാംഗിൾസ്. ഇപ്പൊ ഇതൊക്കെ നോക്കിയേ, ഇതും 3 ഗ്രാം 4 ഗ്രാം 5 ഗ്രാം 1/2 ഗ്രാം 1 ഗ്രാം അങ്ങനത്തെ റേഞ്ചിൽ വരുന്ന കുട്ടികളുടെ വളകൾ ബോക്സിലാക്കി വെച്ചിരിക്കുക. എല്ലാ മോഡൽസ് മിക്സ്ഡ് ആണ്. എന്തൊക്കെ എടുക്കുക, കുറെ ഇവിടെ വെക്കാൻ സ്ഥലമില്ല. അതായത് മൂക്കുത്തികൾ കണ്ടോ, നോസ്പിൻസ് അവിടെ ഉണ്ട്. നോസ്പിൻസ് ഒരു കുറച്ച് സെക്ഷൻ ഇവിടെ കുറച്ച് ഐറ്റംസ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അങ്ങനെ. പിന്നെ കുട്ടികളുടെ ചെറിയ കുഞ്ഞു സ്റ്റഡുകൾ, ഇത് പിന്നെ കൈച്ചെയിൻ, ആണുങ്ങളുടെ കൈച്ചെയിൻ, ജെന്റ്സ് ബ്രേസ്ലെറ്റ്, പിന്നെ എന്നിട്ടാ ഇത് ലേഡീസ് ബ്രേസ്ലെറ്റ്. എല്ലാ കളക്ഷൻസും ഉണ്ട്. ഇതാ ജിമിക്കി, കുഞ്ഞു ജിമിക്കികൾ, വലിയ ജിമിക്കി അപ്പുറത്തുണ്ട്. ഇതിൽ കുട്ടികളുടെയൊക്കെ ഈ കല്ല് വെച്ചിട്ടുള്ള 1 ഗ്രാമിന്റെ ജിമിക്കിയില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട്. കളർഫുൾ ആണെന്ന് തോന്നി. കവർഫുൾ എല്ലാ സ്റ്റോൺസും ഉണ്ട്. മിക്സഡ് കളറും ഉണ്ട് അതില്. കേരള ചെറിയ ജിമിക്കീസ് ഉണ്ട്. അങ്ങനെ കുറെ വലിയ ജിമിക്കികളുണ്ട്. കണ്ടോ, വലിയ ജിമിക്കി മുഴുവൻ ഇനി ഉണ്ട്. ഇനി വെക്കാൻ സ്ഥലം സത്യം പറഞ്ഞാ ഇവിടെ വെക്കാൻ സ്ഥലമില്ല. അത്ര ഐറ്റംസ് ഉണ്ട്. ഇതിലൊന്നും ഏതാ അത് ഒരു കടക്കാർക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന ഐറ്റംസ്. അത് കട ഏതാന്ന് പറയുന്നില്ല, ജസ്റ്റ് അവരുടെ വേണ്ടിയുള്ള ഐറ്റംസ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തൊടാൻ പാടില്ല. എന്താ വെച്ചാൽ അവരുടെ സെലക്ഷൻ ആണ്, നമ്മൾ തൊടാൻ പാടില്ല. ഇത് അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ നീ ഒരു ഐറ്റം എടുത്തിട്ട് അത് വേറെ ആൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല്ലോ. അതേപോലെ തന്നെ. അപ്പൊ ഇത് അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അതെ, അങ്ങനത്തെ ഐറ്റംസ് ആണ്. അങ്ങനെയുണ്ട്. ഇത് ലോക്കറ്റുകളാ, കുരിശ്, ഹാർട്ട്, അങ്ങനത്തെ ലോക്കറ്റ്സ് ഒക്കെ. താലി, ഇത് ചെറിയ ഹാർട്ട്സ്. താലി ഇത് മുസ്ലിം താലി, 1/2 ഗ്രാമിന്റെ ഒക്കെ മുസ്ലിം താലി. ഏലസ്, ആലിലത്താലി, പിന്നെ ഈ പറഞ്ഞ ബംഗാളി അങ്ങനത്തെ ഗ്ലാസ് റിഫ്ലക്ഷൻ വരുന്ന ലോക്കറ്റുകള്, പിന്നെ കുരിശുകള്. എന്താ കുരിശ്, പിന്നെ ഇതൊരു കുരിശ് ബംഗാളി. അതെ ഞാൻ പറയുന്നത്. അതെ അത്ര ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടല്ലേ, ഇത്ര ഐറ്റംസ് ആണ്. നമുക്കിത് വിശദീകരിക്കണം, ഇത് കിട്ടില്ല. ഇത്ര ഐറ്റംസ് ഉണ്ട്. ഇനിയുണ്ട്, സാധനം ഉണ്ട്. അടിയിലിരിക്കുന്നുണ്ട് കുഞ്ഞു പെട്ടികൾ, വലിയ പെട്ടികൾ, കുട്ടി വളകള്, വലിയ വളകള്. എനിക്ക് എന്തായാലും കാണണമെന്നുണ്ടായിരുന്നു എന്താണ് ഇവിടുത്തെ സംഭവം എന്ന് അറിയണം. കാരണം ഇവിടെ പ്രത്യേകിച്ച് ഒരു വാതിലൊക്കെ പുറത്തുനിന്ന് കയറാനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചില കസ്റ്റമേഴ്സ് വന്നിട്ട് ഒരു സാധനം ചോദിക്കും. അപ്പൊ ചിലപ്പോൾ നമ്മുടെ അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് ഇങ്ങോട്ട് വരുമ്പോ തിരിച്ചു പോകുമ്പോൾ വലിയൊരു പെട്ടി കൊണ്ടുവച്ചിട്ട് ഇത് ഇവിടുന്ന് മാറി എടുത്തുകൊണ്ടിരുന്നേ അങ്ങനെയൊക്കെ നോക്കാൻ. അല്ല, ഈ ഭൂഗർഭ ചിലതൊക്കെ കുഴിച്ചെടുത്ത് കൊണ്ടുവരണം. അത് എവിടെ നിന്ന് എത്ര അധികം കൊണ്ടൊരു പിടുത്തില്ല അവര്. കാരണം ഇവിടെ നിന്നാണ് കൊണ്ടുവന്നുള്ള അവർക്ക് അറിയില്ലല്ലോ. നമ്മൾ പറയും ചിലരുടെ ഓപ്പറേറ്റ് പറയും നമ്മുടെ ലിയോസിലെ ഹോൾസെയിലിന്റെ നമ്മളാരും കാണാത്ത ഒരു സെക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്നാണ് നമ്മൾ കടക്കാർ എടുത്തിട്ട് പോവും. അവരെടുത്തുകൊണ്ട് അവരവിടെ വിൽക്കുക ചെയ്യുക. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സും ഇവരും തമ്മിൽ അങ്ങനെ ഇൻട്രാക്ഷൻ വരാതെ വെച്ചിട്ടാണ് നമ്മൾ 2 സെക്ഷനായിട്ട് തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് കാണണം എന്നുള്ളതിനോട് നമ്മൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ സെക്ഷൻ കാണിച്ചു തരുന്നത്. സംഭവം ഇത്ര മതി. എന്താ വെച്ചാൽ കടക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് അറിയാം, ഗോൾഡിനെ കുറിച്ച് അറിയുന്നതുകൊണ്ട് അവർക്ക് അത് മാത്രം മതി. കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇംപ്രസീവ് സാധനം വേണം. അപ്പൊ ഡെന്നിമിൽ ഇട്ടാൽ അവർക്ക് ഇഷ്ടപ്പെടുന്നു. വെറുതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഡയമണ്ട്സ് അപ്പോൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇല്ല, ഡയമണ്ട്സ് നമ്മൾ അവിടെ തന്നെ വെച്ചു. ഡയമണ്ട്സിന് അങ്ങനെ ഒരു ഹോൾസെയിൽ സെക്ഷൻ ആവശ്യമില്ല. അതാണ് നമ്മൾ അത്യാവശ്യം അവിടെ വെച്ചിട്ടുണ്ട്. ഗോൾഡ് പോലെ തന്നെ വലിച്ചു വാരിട്ട് വെക്കേണ്ട സാധനമല്ലോ ഡയമണ്ട്. ഡയമണ്ടിന് സെപ്പറേറ്റ് ഒരു സെക്ഷൻ, അത്യാവശ്യം വലിയ സെക്ഷൻ തന്നെയാണ് നമ്മുടെ. അല്ലേ, അത്യാവശ്യം വലിയ സെക്ഷൻ തന്നെയാണ് നമ്മുടെ ഡയമണ്ട്. അതിൽ ഒരു ഇതെല്ലാം എല്ലാവരും വന്ന പറയാറുണ്ട്. അത്യാവശ്യം വൈഡ് ആയിട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ട്, എല്ലാ ഓർണമെന്റ്സ് വെച്ചിട്ടുണ്ട്, അങ്ങനെ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മോഡൽ വേണമെങ്കിലും നമ്മുടെ കടയിൽ കിട്ടുന്ന പറയണത്. എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇവിടെ ചോദിച്ചാൽ നമുക്ക് കിട്ടും. ഇപ്പൊ ബൈ ചാൻസ് ഇവിടെ ഇല്ല, ഇപ്പൊ ഇതിലും പോരാ, നിങ്ങൾ പറഞ്ഞോ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ എത്തിക്കും. അതിനുള്ള മിടുക്കന്മാരായിട്ടുള്ള പണിക്കാരുണ്ടെന്ന് പറഞ്ഞ വൈകുന്നേരം ആകുമ്പോഴേക്കും പേരെഴുതി മുതലൊക്കെ ഞങ്ങൾ മറ്റേ ഒരു 2 മണിക്കൂറൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 6 days ഒക്കെ പിടിക്കും. 6 days 2 ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കും. മീൻസ് 2 മണിക്കൂർ 3 മണിക്കൂർ ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ 2 മണിക്കൂർ നേരത്തെ ഒന്ന് ഓർഡർ ചെയ്തിട്ടാ ഒരു 2 ദിവസം മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശത്താണ് നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത് പെട്ടെന്ന് എത്തിക്കും. അത്രയാണ് നമ്മുടെ കാര്യങ്ങൾ. ഞാൻ ഭയങ്കരമായിട്ടും മനസ്സ് നിറഞ്ഞു. സ്വർണ്ണം കണ്ടു സംശയങ്ങളൊക്കെ തീർന്നു. സംശയം തീർന്നു. അപ്പൊ എന്തായാലും എന്നെപ്പോലെ തന്നെ നിങ്ങളും ഒത്തിരി ഹാപ്പി ആയിരിക്കും. കാരണം ഈ ഒരു സെക്ഷൻ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കാണിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമന്റിൽ പോസ്റ്റ്. അതുപോലെ തന്നെ ഈ എപ്പിസോഡ് എങ്ങനെയുണ്ടെന്നും പോസ്റ്റ് ചെയ്യണം. എപ്പിസോഡിൽ കുറവുകൾ പറയണം. നമുക്ക് അറിയണം കുറവുകൾ. നമുക്കറിയില്ല, നമ്മൾ ചെയ്തതെല്ലാം നമുക്ക്
പെർഫെക്റ്റ് ആണ്. ബട്ട് അതിൽ എന്താണ് ഇംപെർഫെക്റ്റ് എന്നുള്ളത് ഇവർ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് കമന്റ് ആയിട്ട് തന്നെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ഇങ്ങനെ 1 മിനിറ്റ് അവർ നമുക്ക് ഓൺലൈനിന്റെ കേസ് പറഞ്ഞിട്ടില്ല. ഓൺലൈനിൽ നമുക്ക് ഓൺലൈൻ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു 10-15 പേർക്കൊക്കെ നമ്മൾ ഓൺലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ണൂര്, ബാംഗ്ലൂർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി. അവർക്കൊരു സംശയം ഉണ്ടാവില്ല, എത്ര വെയിറ്റ് മുതലാണ് അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റിൽ വരുമ്പോൾ ചെയ്ത് കൊടുക്കുമോ? നമ്മളെല്ലാം ചെയ്ത് കൊടുക്കും. ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മള് 1/2 ഗ്രാമിന്റെ വള വരെ ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ണൂർക്ക്. കൊറിയർ വഴി കൊടുത്തു കൊടുക്കും. കുറെ പേര് വിളിച്ചിട്ട് ഇത്ര മില്ലി മതി അത് കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നു. കിട്ടും എന്താണെന്ന് ചോദിക്കും. പക്ഷെ അതിൽ കൊറിയർ ചാർജ് കൂടി ആഡ് ആയിട്ട് നമ്മൾ മേടിക്കുന്നു മാത്രം. അവരൊക്കെ ആക്സെപ്റ്റബിൾ ആണ്. കാരണം അവർക്ക് വന്ന് മേടിക്കുന്നതിനേക്കാൾ ലാഭമല്ലേ. ഇപ്പൊ ബൈ ചാൻസ് കണ്ണൂരിൽ നിന്ന് വരികയാണ്, വണ്ടി ചെലവ് എത്ര വരും? 300-400 വരും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ 1000 രൂപ മേലെ ചെലവ് വരും. നമ്മൾ 500 രൂപയ്ക്ക് കൊറിയർ ചാർജിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അപ്പൊ അത്രയും ഇതാണെന്ന്. അപ്പൊ കൊറിയർ നല്ലൊരു ഇതാണ്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് വിശ്വസിക്കാം. നമ്മൾ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മൾ ഏൽപ്പിച്ചത്. അവര് നല്ല രീതിയിൽ അതിന്റെ ഒരു സുരക്ഷിതത്വം തന്നെയാണ് അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ പർച്ചേസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാനാണെങ്കിൽ താഴെ ഒരു നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡിസൈൻസ് കണ്ടിട്ട് വേണം, അതിൽ വീഡിയോ കോൾ വഴി ഡിസൈൻ കണ്ടു വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് വരുന്നത് തൃശ്ശൂരിൽ പള്ളിക്കുളം റോഡ് പുത്തൻ പള്ളിക്ക് പിറകുവശത്തായിട്ട് കാൽഡിയൻ സെന്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ജ്വല്ലറി വരുന്നത്. അപ്പൊ എല്ലാരും വരിക, പർച്ചേസ് ചെയ്യുക. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈനിങ് ഓഫ് കാവേരി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.